നടൻ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കും 3 സുഹൃത്തുക്കൾക്കുമെതിരെ കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസിലെ വകുപ്പുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പ്രതിയായിരിക്കുന്ന കൃഷ്ണകുമാറിനും മകൾക്കും പോലും എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ചിട്ടില്ല, പോലീസ് കൊടുക്കുന്നില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ, എന്തോ ഒരു ഗൂഢാലോചനയുടെ പുറത്ത് എന്തൊക്കെയോ കൃത്യമായ അജണ്ടകളുടെ ഭാഗമായി കൃഷ്ണകുമാറിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തിൽ രംഗത്തിറങ്ങിയതായിരുന്നു. വലിയ തട്ടിപ്പ് കേസിലെ പ്രതികൾ, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കേണ്ട പോലീസ് അതിനേക്കാൾ ജാഗ്രത കാട്ടിയത് കൃഷ്ണകുമാറിനും മകൾക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുക്കാൻ. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് 7 വകുപ്പുകളാണ്. അതിലൊരു വകുപ്പിൽ കൃഷ്ണകുമാർ ശിക്ഷിക്കപ്പെട്ടാൽ 10 വർഷമാണ് തടവ്. ഇതൊരുമാതിരി മറ്റേടത്തെ സമ്മാനായി പോയി. 3 മാസം മുതൽ 10 വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ് കൃഷ്ണകുമാറിന്റെ മേലും ഭാര്യയുടെ മേലും മകളുടെ മേലും ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ ട്രയൽ നടത്തി തെളിഞ്ഞാൽ കൃഷ്ണകുമാറും ഭാര്യയും മകളും അടക്കം 6 പേർ ജയിലിൽ കഴിയേണ്ടി വരുന്നത് 23.5 വർഷമാണ്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.